ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി നെക്ലേസ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും ഒരു നെറ്റ് ടൈപ്പിലുള്ള ഒരു നെക്ലേസ് ആണിത്. ഇത് എത്ര ലെയറും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാം. നല്ല ഹെവി വർക്കായും ഇത് ചെയ്യാൻ ഞാൻ ഇവിടെ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. നമ്മളിടുന്ന ഡ്രസ്സിനനുസരിച്ച് മാച്ചൊക്കെ ആക്കി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനുള്ള ബീഡ്സാണ് 3 ടൈപ്പ് ബീഡ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടങ്കീസ് 0.25 mm ടങ്കീസ് എടുത്തിട്ടുള്ളത്. ഇത് മുമ്പ് നമ്മൾ ഇതേ ടൈപ്പിൽ ചെയ്തൊരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. ഇതേ ഒരു കോർക്കൽ രീതി തന്നെയാണ് ഈ ബ്രേസ്ലെറ്റിനും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടങ്കീസ് എടുത്തിട്ട് അതിലേക്ക് 10 ചെറിയ ഷുഗർ ബീഡിനെ കയറ്റിയിട്ടുണ്ട്. 10 ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുളത്തിൻ്റെ ഭാഗമാണ് നെക്ലേസിൻ്റെ. അപ്പോൾ നമ്മൾ 10 ബീഡ് ഇട്ടതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്നിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ക്രോസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിലൂടെ കോർത്തെടുത്ത് അതൊന്ന് കെട്ടിക്കൊടുക്കണം. നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. 2-3 തവണയൊക്കെ ഒന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. ടങ്കീസ് കെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള അവസാനം നല്ലൊന്ന് വലിച്ച് പിടിക്കണം. എന്നാൽ ആ ടൈറ്റായി എടുക്കുള്ളൂ. അവസാന ഭാഗമൊക്കെ ഒന്ന് കരയിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് 4 ഷുഗർ ബീഡ് ഇട്ട് പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ്, വീണ്ടും 4 ഷുഗർ ബീഡ് ഇട്ടതിന് ശേഷം ഫസ്റ്റ് കോർത്ത ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയത്. ക്രിസ്റ്റൽ ബീഡിൻ്റെ ഒരു സൈഡ് നമ്മൾ കവർ ചെയ്തു. പിന്നെ തിരിച്ച് താഴോട്ട് വരണമെങ്കിൽ മറ്റേ സൈഡിലുള്ള 3 ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്തെടുത്തു. അപ്പോൾ നമ്മുടെ നൂല് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ചെറിയ ബ്ലൂ ബീഡ് ഇട്ടിട്ടുണ്ട്, ഷുഗർ ബീഡും 8 ഇട്ടിട്ടുണ്ട്, പിന്നെയും ബ്ലൂ ബീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് തന്നെ കോർക്കുക. നമ്മൾ ആദ്യം കോർത്ത 4 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് തിരിച്ചിങ്ങോട്ട് താഴോട്ട് തന്നെ എടുക്കണം. താഴോട്ട് എടുക്കുമ്പോൾ 8 ഷുഗർ ബീഡിൻ്റെ ഉള്ളിലൂടെയും അതുപോലെ ആ ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെയും മൊത്തം 9 ബീഡിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്കാണ് കിട്ടൽ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 2ാമത്തെ ബ്ലോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ബ്ലോക്ക് ഒന്നുകൂടി ഞാൻ കാണിക്കാം. 4 ബീഡ് എടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്, പിന്നെ ക്രിസ്റ്റൽ ബീഡ്, പിന്നെ 4 ഷുഗർ ബീഡ് തന്നെ. ഇനി ഏറ്റവും ഫസ്റ്റിലെ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. അപ്പം നമ്മുടെ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഒരു സൈഡ് വർക്ക് ഫിനിഷായി. ഇനി അതിനെ താഴോട്ട് കൊണ്ടുവരണം. നൂലിനെ അതിന് ബാലൻസ് ഉള്ള 3 ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടി കോർക്കണം. എന്നാലേ നമ്മളെ സൂചി താഴോട്ട് എത്തുള്ളൂ. താഴോട്ടെത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കോർത്തെടുക്കുക. 8 ഷുഗർ ബീഡ് ഇടുക. 2 തലക്കലും ചെറിയ നമ്മുടെ ബ്ലൂ ബീഡ് ഇട്ടിട്ടുണ്ട്. ഇട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ മുകളിലോട്ട് തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരണം. എന്നാലേ ഇത് ശരിയായി നിൽക്കുള്ളൂ. ഇനി നമുക്ക് 4 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തു. തിരിച്ച് വരുമ്പോൾ 9 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കേണ്ടി വരും. 4 ഷുഗർ ബീഡും ഉണ്ടാവും, ഒരു കുറച്ച് വലിയ ബ്ലൂ ബീഡും ഉണ്ടാവും. അങ്ങനെ 9 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കേണ്ടി വരും. ഇങ്ങനെ കോർത്തിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. ഈ ഒരു സ്റ്റെപ്പാണ് ചെയ്യാനാണ് ഇത്തിരി പ്രയാസം, ടൈം എടുക്കും. കുറച്ച് പ്രയാസം എന്നല്ല, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ശേഷമുള്ള വർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം നമുക്കൊരു നെക്ലേസിൻ്റെ വലുപ്പമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. ഞാനിവിടെ 11 ബ്ലോക്കാക്കി ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു നെക്ലേസിൻ്റെ വലുപ്പമായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇത് ജസ്റ്റ് ഇങ്ങനെ കെട്ടിയാൽ മതി. ഏറ്റവും അവസാനം നമ്മൾ 10 ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോർത്ത പോലെ തന്നെ 10 ബീഡിട്ട് ഉള്ളിലൂടെ കോർത്തെടുത്തു. കുളത്തിൻ്റെ ഭാഗം കോർത്തെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. 2-3 തവണ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലൂടെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ബ്ലൂ ബീഡ് വരെ കോർക്കണം. ഇനി നമുക്കിവിടെ ഒരു ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ട്. 6 ബീഡാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. 6 ബീഡ് ഇട്ടിട്ട് ആ മുകളിലുള്ളൊരു പോർഷൻ നമുക്ക് കവർ ചെയ്യണം. ഇങ്ങനെ പിന്നൊരു ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. വീണ്ടും 6 ബീഡ് ഇട്ട് കൊടുക്കുക. ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് മൊത്തമായിട്ട് ഇത് ഇങ്ങനെ കോർത്തെടുക്കേണ്ടതുണ്ട്.
ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. നമ്മൾ എടുക്കുന്ന ആദ്യത്തെ നൂല് കുറച്ച് വലുതാണെങ്കിൽ ഈ വർക്കൊക്കെ ഈ നൂലിൽ തന്നെ ഇങ്ങനെ ചെയ്ത് പോവാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് ഇടയിൽ വെച്ചിട്ട് അത് ജോയിൻ ചെയ്യേണ്ടൊന്നും ആവശ്യം വരില്ല. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന നൂല് കുറച്ച് വലുപ്പത്തിലൊക്കെ എടുക്കുക. അപ്പോൾ പിന്നെ ഈ 2 വർക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അവസാന ഭാഗം നമുക്കൊന്ന് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. നല്ലപോലെ ഒന്ന് 2-3 തവണ ഒന്ന് കെട്ടിയാൽ മതി. ഇനി നമുക്ക് നൂല് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ ബാലൻസ് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട് നൂല്. ഇതുപോലെ ഒന്ന് ഏതെങ്കിലും ഒരു വശത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇനി ടെങ്കീസ് അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഞാൻ കോട്ടൺ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കോട്ടൺ ത്രെഡാണ് ജോയിൻ ചെയ്യുന്നത്. എപ്പോഴും ഹാങ്ങിങ് പോലത്തെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് കോട്ടൻ്റെ ത്രെഡുകൾ ഉപയോഗിക്കുന്നതാണ്. ടെങ്കീസിനെക്കാട്ടും നല്ലത് കോട്ടൺ ത്രെഡ് ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ ഫിനിഷിങ് കൂടുതൽ കിട്ടുക കോട്ടൺ ത്രെഡിലാണ്. അപ്പോൾ നമ്മൾ കോർത്തത് ശ്രദ്ധിക്കുക. ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടുണ്ട്. ശേഷം 3 ബീഡ് ഇട്ട് കൊടുക്കണം. 3 ബ്ലൂ ബീഡ്, അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ഗോൾഡൻ ചെറിയ ബീഡും കൂടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾഡൻ ചെറിയ ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം ഒരു ബ്ലൂ ബീഡ്, വീണ്ടും ഗോൾഡൻ ബീഡ്, ആ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാ ബ്ലൂ ബീഡിൻ്റെ മാലയിലുള്ള എല്ലാ ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെയും ഇങ്ങനെ കോർത്തെടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഹാങ്ങിങ് പോലെ കിട്ടും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ രീതിക്കും ഇത് നിർത്താം. ഈ ഒരു രീതി ചെയ്തിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താവുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും നിങ്ങൾക്ക് മതിയെങ്കിൽ ഇത്ര ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത സെൻട്രലിലെ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ആദ്യം ചെയ്ത ആ ഹാങ്ങിങ്ങിൻ്റെ നടുവിലെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇവിടെ നമ്മൾ 4 ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ബീഡ്, നമ്മൾ ആദ്യം ഉപയോഗിച്ച 3 ബീഡാണ്. ഇവിടെ നമ്മൾ 4 ബീഡ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. താഴേക്ക് വരുന്നതിനനുസരിച്ച് ബീഡ്സിൻ്റെ എണ്ണം കൂട്ടിയാലാണ് ചെയിന് ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ കിട്ടുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള നെക്ലേസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മുകളിൽ വരേണ്ടത് ചെറിയ ബീഡ്, താഴേക്ക് വലിയ ബീഡ് വരണം. എന്നാലൊരു കർവ് ഷേപ്പിൽ വരുള്ളൂ. അല്ലെങ്കിൽ എണ്ണം കൂട്ടിയെടുക്കുക, അല്ലെങ്കിൽ മുത്തിൻ്റെ സൈസ് കൂട്ടുക. ഇനി നമ്മൾ അത് ഫുള്ളായിട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു വർക്കും കൂടി ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഞാൻ കാണിക്കാം. ഇതാണ്. ഇതിലിങ്ങനെ ഈ 4 ബീഡിലും ചെറിയ ഗോൾഡൻ ബീഡ് കൊണ്ടൊരു കവറിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക ചെയ്യുന്നത്. ഒന്നും കൂടി കാണിക്കാം. ഈ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്തെടുത്തിട്ട് 4 ബീഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കണം. എന്നിട്ട് 3 ബീഡ് ഇട്ട് കൊടുക്കുക. 3 ബീഡ് ഇട്ടതിന് ശേഷം ചെറിയ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് കോർക്കേണ്ടത്. എപ്പോഴും കോർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെയാണ് കോർക്കേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് കിട്ടും. ഇനിയും 3 ബീഡ് ഇട്ട് കൊടുക്കുക. അടുത്ത ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. മൊത്തമായിട്ട് ചെയ്തെടുക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ചെറിയ ബീഡ്, ഈ ഷുഗർ ബീഡ് നല്ല ഷൈനിങ്ങും ഉണ്ട്. ഒരു ഗോൾഡനും അതുപോലെ ഒരു വൈറ്റും കൂടി വരുന്നതാണ് ഇത്. എല്ലാ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുക. ഇതുപോലെ ഈ ഹാങ്ങിങ്ങിലുള്ള ഈ 4 ബീഡിനു ചുറ്റും ഇങ്ങനെ ഒരു ഡെക്കറേഷൻ കൊടുക്കണം മൊത്തമായിട്ട്. ഇതില്ലാതെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ചെയ്ത ആ ലെയർ മാത്രം ഉപയോഗിക്കുക. അതിന് ശേഷമുള്ള ലെയർ വേണമെങ്കിൽ ചെയ്യാം, ഇതും വേണമെങ്കിൽ ചെയ്യാം. എല്ലാ രീതിയിലും ചെയ്യാം. ഇത് ഇനിയും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഇനിയും ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പം ശ്രദ്ധിക്കാനുള്ളത് ഈ ഗോൾഡൻ ബീഡിൻ്റെ ഇവിടുന്ന് വന്നിട്ട് അടുത്ത ഗോൾഡൻ ബീഡ് വരെയാണ് 3 ബീഡ് ഇടേണ്ടത്. ഇത് പിന്നെ അടുത്ത ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുക. അവസാനം നമ്മൾ
എല്ലാ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് എൻ്റെ ഭാഗത്തേക്കാണ് കെട്ടാൻ കൊണ്ടുവരുന്നത്. എൻ്റെ ഭാഗത്ത് 2-3 തവണ കെട്ടി ബാലൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിടുക. ഇനി നമുക്ക് ഇനിയും ചെറിയൊരു വർക്കും കൂടി ചെയ്യുന്നുണ്ട്. ആ ഒരു എല്ലാ ഹോളിലും ഒരു ബീഡും കൂടി ഞാൻ വെക്കുന്നുണ്ട്. അതിനു വേണ്ടി നമ്മൾ ടെങ്കീസ് തന്നെ എടുത്തിട്ടുള്ളത്. ടെങ്കീസ് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഷുഗർ ബീഡ് ഇട്ട് പിന്നെ ഒരു ഹാഫ് ബീഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പേൾ ഹാഫ് ബീഡ് ഓഫ് വൈറ്റ് കളറ്. എന്നിട്ട് സെൻറ്ററിലുള്ള ആ ബീഡിൻ്റെ ഉള്ളിലൂടെ ബ്ലൂ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. എല്ലാ ഹോളും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. 2 ചെറിയ ബീഡ് ഇടുക, പിന്നെ ഹാഫ് ബീഡ് ഇടുക, പിന്നെയും ചെറിയ ബീഡ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് അവസാനം വരെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതൊക്കെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ പണിയാണ്. ഈ പേൾ ബീഡിൻ്റെ ഓഫ് വൈറ്റ് കളറിന് പകരം നിങ്ങൾക്ക് ബ്ലൂ കളറൊക്കെ ആക്കി ചെയ്യാവുന്നതാണ്. പല ടൈപ്പ് നിങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം. വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. ഓരോ മുത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ കളറും സൈസൊക്കെ വ്യത്യാസത്തിനനുസരിച്ച് നമ്മുടെ ചെയ്യുന്ന വർക്കിൽ നല്ല വ്യത്യാസങ്ങൾ കാണിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ അതുപോലെ ബീഡ്സൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. കമൻറ്റിലൂടെ നിങ്ങൾക്ക് മാല ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്